ഇതാണ് എൻ്റെ വീട്ടിലെ സപ്പോട്ട. നിറയെ കായ്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പലതരത്തിലുള്ള കായ്കൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ചെറിയ പൂക്കൾ തൊട്ട് പാകമായ കായ്കൾ വരെ ഇതിൽ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ചെറിയ കായ്കളാണ്. ഇങ്ങോട്ട് നിൽക്കുന്നത് കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ പാകമായ കായ്കളും ഇതിൻ്റെ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയും. ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലായിടത്തും പൊതുവെ കാണുന്ന ഒരു ഫ്രൂട്ടാണ് ഈ സപ്പോട്ട. ഇതിനടുത്തായിട്ട് റംബൂട്ടാനുമുണ്ട്. റംബൂട്ടാന് നിറയെ കായ്കളുണ്ട്. റംബൂട്ടാൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ സപ്പോട്ട നാടനല്ല, ഗ്രാഫ്റ്റ് ചെയ്ത തൈ മേടിച്ച് നട്ടതാണ്. ഇത് ഇപ്പോൾ അത്യാവശ്യം വലിയ മരമായി കഴിഞ്ഞു. ഇത് കൊണ്ട് നട്ട് ഒരു 6 മാസം ആയപ്പോഴേക്കും ഇത് കായ്ച്ചു തുടങ്ങി. നമുക്ക് വർഷം മുഴുവൻ വിളവെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ സപ്പോട്ട. ഈ സപ്പോട്ട എന്തോ കൊത്തിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വിളഞ്ഞതാണെന്ന്. ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് കാണിച്ചു തരാം. ഈ സപ്പോട്ട വിളഞ്ഞതാണ്. നന്നായി പഴുത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിൻ്റെ കറ കാണത്തില്ല. തത്തയുടെയും കിളികളുടെയും കുരങ്ങൻ്റെ ശല്യമൊക്കെ ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പാകമാകുമ്പോഴേക്കും ഞാൻ പറിച്ചു വയ്ക്കാറാണ് പതിവ്. ഈ കായ പാകമായോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ തൊലി ചെറുതായി ഇളക്കി നോക്കും. ഇളക്കി നോക്കുമ്പോൾ ബ്രൗൺ നിറമാകുന്നുവെങ്കിൽ അത് വിളഞ്ഞിട്ടുണ്ടാകും എന്നാണ് അർത്ഥം. ദാ കണ്ടില്ലേ, നിറം മാറിയിട്ടുണ്ട്. തൊലിയുടെ നിറമായി വരുന്നുണ്ട്. വിളയാത്ത പഴമാണെങ്കിൽ പച്ച കളറിലായിരിക്കും ഇരിക്കുക. സപ്പോട്ടയിൽ നിറയെ കായ്കൾ ഉണ്ടാകാൻ ഞാൻ ഏത് ടിപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വലിയ പരിചരണങ്ങളൊന്നും കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ സപ്പോട്ട എന്ന് പറയുന്നത്. സാധാരണ ഇലകൾ പൊഴിയുമ്പോൾ എല്ലാവരും ആ ഇലകൾ കൂട്ടി കത്തിച്ച് കളയാറാണ് പതിവ്. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിനു പകരം ഈ സപ്പോട്ടയുടെ ചുവട്ടിൽ കരിയിലകൾ നീക്കിക്കൊടുക്കും. മഴ പെയ്തപ്പോഴേക്കും ആ കരിയിലകളെല്ലാം പൊടിഞ്ഞ് വളമായി മാറിയിട്ടുണ്ട്. ഇത് കൂടാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവവളവും മാസത്തിലൊരിക്കൽ നൽകാറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറിച്ചു വെച്ചിരുന്ന സപ്പോട്ടയാണ്. ഇതൊക്കെ നന്നായി പഴുത്തിട്ടുണ്ട്. ഈ സപ്പോട്ടയെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വിളഞ്ഞ് പഴുത്തതാണ്. ഇതിൻ്റെ നടുക്കിരിക്കുന്ന വെളുത്ത ഭാഗം നീക്കം ചെയ്യുക. അത് നമ്മൾ കഴിക്കുമ്പോൾ ചുണ്ടിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഈ വെളുത്ത ഭാഗം നീക്കം ചെയ്തതിന് ശേഷം മാത്രം ജ്യൂസ് അടിക്കുക. അല്ലെങ്കിൽ ആ ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഈ സപ്പോട്ടയും കട്ട പാലും ഒഴിച്ച് ഷേക്ക് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഷേക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള സപ്പോട്ട ഉണ്ടോ? വർഷത്തിൽ മുഴുവൻ കായ്കൾ ഉണ്ടാകാറുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക.